അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ ആകട്ടെ പുതിയ അടിമത്ത നിയമം പാസാക്കിയെന്ന ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അടിമത്തം അവിടെ നിയമവിധേയമാക്കിക്കൊണ്ട് താലിബാൻ ആകട്ടെ പാവപ്പെട്ടവനും പുരോഹിതനും വ്യത്യസ്ത നീതികളാണ് നടപ്പിലാക്കാൻ പോകുന്നത്. പാവപ്പെട്ടവനാകട്ടെ ചാട്ടവാർ അടിയും, എന്നാൽ പണ്ഡിതനാകട്ടെ ഉപദേശവുമാണ് നൽകുന്നത്. അതുമാത്രമല്ല, ആ ഒരു നിലയ്ക്ക് കൊണ്ട് അടിമത്ത നിയമം ഇവിടെ പാസാക്കുകയും ചെയ്തു. ഇതിൽ നിന്നും വീണ്ടും താലിബാന്റെ ക്രൂരത നിറഞ്ഞ ആ ഒരു നിയമത്തിന്റെ ചുരുളുകൾ അഴിയുന്ന കാഴ്ചയാണ് കാണുന്നത്. പൗരന്മാരെ 4 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിക്കുകയും അടിമത്തത്തെ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് പുതിയ നിയമം. താലിബാൻ പരമാധികാരത്തിന്റെ മറ്റൊരു നാൾ വഴിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം താലിബാൻ പരമാധികാരിയായ ഹിബാത്തുള്ള അഖുസാദ അംഗീകരിച്ച ഈ ഒരു നിയമ സംഹിത ആകട്ടെ അതുപ്രകാരം സമൂഹത്തെ പണ്ഡിതന്മാർ, ഉന്നതർ, മധ്യവർഗം, താഴ്ന്ന വിഭാഗം എന്നിങ്ങനെ 4ആയി തന്നെയാണ് തരം തിരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഉയർന്ന വിഭാഗമായ മതപണ്ഡിതന്മാർ കുറ്റം ചെയ്താൽ അവർക്ക് കേവലം ഉപദേശം മാത്രം നൽകി അവരെ വിട്ടയക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം താഴ്ന്ന വിഭാഗത്തിലുള്ളവർക്ക് തടവ് ശിക്ഷയ്ക്ക് പുറമെ തന്നെ ക്രൂരമായ ശാരീരിക പീഡനങ്ങളും നേരിടേണ്ടി വരുമെന്നതാണ് മറ്റൊരു വിരോധാഭാസം. കുറ്റവാളികളുടെ സാമൂഹിക പദവി നോക്കിക്കൊണ്ട് ശിക്ഷ നിശ്ചയിക്കുന്ന ഈ ഒരു രീതി ഇത് നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതാണ് മനുഷ്യാവകാശ സംഘടനകൾ ഇതിനോട് എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ നിയമത്തിൽ ഗുലാം അഥവാ അടിമ എന്ന പദം നിയമപരമായ ഒരു വിഭാഗമായി തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഇതിലൂടെ തന്നെ അടിമത്തത്തെ താലിബാൻ നിയമവിധേയമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും. ചില ശിക്ഷകൾ നടപ്പിലാക്കാൻ കുറ്റവാളികളുടെ യജമാനനോ അല്ലെങ്കിൽ ഭർത്താവിനോ അധികാരം നൽകുന്ന വ്യവസ്ഥകളും ഇതിൽ പറയുന്നുണ്ട്. ഇത് സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങൾ വർദ്ധിപ്പിക്കാൻ കൂടുതലായി തന്നെ ഇടയാക്കുമെന്നതാണ് എടുത്തു കാണിക്കുന്നത്. കൂടാതെ തന്നെ പ്രാർത്ഥനയിൽ വീഴ്ച വരുത്തുന്ന 10 വയസ്സുകാരനെ ശിക്ഷിക്കാൻ പിതാവിന് അധികാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ ക്രൂരത നിറഞ്ഞ നിയമങ്ങളാണ് ഇപ്പോൾ താലിബാൻ ഇതിലൂടെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എല്ലുകൾ ഒടിയുന്നതോ തൊലി കീറുന്നതോ ആയ ആ ഒരു പരിക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റു രീതിയിലും ശാരീരികമായി തന്നെ ഉപദ്രവിക്കാൻ പുതിയ നിയമം അനുമതി നൽകുന്നു എന്നതാണ് എടുത്തു പറയുന്നത്. ഈ നിയമം മധ്യകാലഘട്ടത്തെക്കാൾ ഭീകരമാണ് എന്നും മനുഷ്യന്റെ അന്തസ്സിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അഫ്ഗാനിലെ മുൻ ഭരണാധികാരികളും അന്താരാഷ്ട്ര നിരീക്ഷകരും ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത്. വിവേചനപരമായ ഈ നിയമമാകട്ടെ മനുഷ്യാവകാശ സംഘടനകളുടെ അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിന്റെ കൂടുതലായ ലംഘനത്തെയാണ് എടുത്തു കാണിക്കുന്നതെന്നതാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയും വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് തന്നെയാണ് താലിബാൻ ഈ പുതിയ നിയമങ്ങളെ ഉപയോഗിക്കുന്നതും. അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമാക്കി അത് നിരോധിച്ചിട്ടുള്ള അടിമത്തം താലിബാൻ അവിടെ നിയമപരമായി തന്നെ പുനഃസ്ഥാപിച്ചു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. നിയമപുസ്തകത്തിലെ പല ഭാഗങ്ങളിലും അവിടെ സ്വതന്ത്രർ എന്നും അടിമകൾ എന്നും ജനങ്ങളെ വേർതിരിച്ചുകൊണ്ട് പരാമർശിക്കുന്നുണ്ട്. ഇത് ആധുനിക ലോകത്തിന് കേട്ടുകേഴ്വി ഇല്ലാത്ത ഒരു നടപടിയാണ് എന്നതാണ് മനുഷ്യാവകാശ സംഘടനയായ രവാധാരി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതികൾക്ക് അഭിഭാഷകനെ അവിടെ വെക്കുവാനോ അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുവാനോ അവകാശമില്ല. കുറ്റസമ്മത മൊഴികളാണ് ശിക്ഷയ്ക്ക് അവിടെ ആധാരമായി തന്നെ സ്വീകരിക്കുക. ഇത് ക്രൂരമായ പീഡനങ്ങളുടെ മൊഴിവാങ്ങൽക്ക് ഇടയാകുമെന്നും എടുത്തു കാണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.